ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് തലേന്ന് ജൂൺ 1 ഞായറാഴ്ചയുള്ള വീഡിയോ കേട്ടോ. നമ്മൾ വീഴ്ചന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ തലയിൽ കയറ്റി എക്സ്പെരിമെൻറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഞങ്ങൾ പോണത് എളാപ്പൻ്റെ വീട്ടിലോട്ടാണ്. സ്കൂൾ തുറക്കണേ മുന്നേ ഫാമിലി എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് നിന്നവരല്ലേ, പിന്നെ വലുതായപ്പോൾ 4 വഴിക്ക് പോയതല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തുചേരുന്നത് നല്ലതാണ് അല്ലേ? കയറി വന്ന പാടെ തന്നെ എളാമ്മ പായസം തന്നേ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് വന്നു. സൂരജ് കാറ്റേഴ്സിൻ്റെ ഫുഡാണ് കേട്ടോ. ബിരിയാണി ഞങ്ങൾ വാങ്ങിയത്. ഒത്തുചേരുമ്പോൾ പിന്നെ അങ്ങനെയല്ല, ടൈം അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന അതിൽ തന്നെ ടൈം പോകില്ലേ. എല്ലാവർക്കും കൂടുതൽ സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനും സമയം വേണം. അതാണ് മെയിൻ. പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ദിവസം റെസ്റ്റും, ആണുങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുചേരാനൊരിത് അല്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മായിയും മോനും ഒരു ഫാമിലിയൊക്കെ വന്നേ. എളാപ്പൻ്റെ വീട്ടുമുറ്റത്ത് ഒരുപാട് മാവും പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വീണ പഴുത്ത മാങ്ങളൊക്കെ അടുക്കളയിലുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഉമ്മ എല്ലാവർക്കും മുറിച്ച് കൊടുത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറിച്ച് പഴുപ്പിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ പഴുത്ത് വീഴുന്ന മാങ്ങ തിന്നാൻ. അപ്പം എല്ലാവരും ഓരോരോ പീസ് തിന്നു. നല്ല രസമല്ലേ? നാട്ടുമാങ്ങ, നാടൻ മാങ്ങ എങ്ങനെയുണ്ട്? അതിലൊന്നും അവസാനിപ്പിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുമാങ്ങ തപ്പിക്കൊണ്ടത്. നല്ല രസമാണ്. നാട്ടുമാങ്ങ നല്ല ഉടച്ച് ഇങ്ങനെ ഊമ്പി കുടിക്കുക, നല്ല രസമല്ലേ? നാട്ടുമാങ്ങക്ക് നിങ്ങളെ നാട്ടിലൊക്കെ ചപ്പിക്കുടി മാങ്ങ അങ്ങനെയൊക്കെ പല ഞാൻ കേട്ടിട്ടുണ്ട് പേര്. ഞങ്ങളവിടെ എന്താണ് നാട്ടുമാങ്ങ എന്നാണ് പറയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എളാപ്പ വന്നിട്ടോ. എളാപ്പ ദൂരത്ത് നിന്നായിരുന്നു, വടകരയിൽ നിന്നാണ്. എളാപ്പയും മോളുടെ ഫാമിലി ആയിട്ട് എല്ലാവരും എത്തി. അങ്ങനെ എല്ലാവരും നമ്മളെ കുടുംബത്തിലെത്തി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി മുൻഭാഗത്ത് ഒത്തുകൂടി സംസാരിക്കണമല്ലോ, വിശേഷങ്ങൾ പറയണമല്ലോ. ഓരോന്നും ഓരോ റൂമിലിരുന്നാൽ പിന്നെ അത് ഒത്തുകൂടലാവില്ലല്ലോ. എന്തിനാ ഒത്തുകൂടിയെന്ന് നമുക്ക് അടുത്ത പാർട്ട് ഷോർട്സിൽ കാണാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ അല്ലേ?